അമരപ്പയർ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന അമരയ്ക്ക ഇട്ട് കൊടുക്കണം. അതിനുശേഷം അമരയ്ക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടിൽ ഒന്ന് അടച്ച് വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത്രയുമായി വെന്ത് കഴിയുമ്പം ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടിയും നല്ലപോലെ മിക്സിയിലൊന്ന് ചതച്ചത് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ വേവിച്ചത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് വേവിച്ചെടുത്തിരിക്കുന്ന അമരക്കയിലേക്ക് തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ആ തേങ്ങയുടെ വെള്ളമയം എല്ലാം ഒന്ന് വറ്റിച്ച് എടുക്കണം. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമരയ്ക്ക തോരനുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ അമരയ്ക്ക തോരൻ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചോറിനായാലും ചപ്പാത്തിക്കായാലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള തോരനാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുമുള്ള കറികൾക്കും സ്നാക്സ് റെസിപ്പികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നി റെസിപ്പികൾക്കൊക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചാനലിലൊന്ന് പോയി കണ്ടു നോക്കുക. അഭിപ്രായം